ഏറ്റവും മികച്ച ഗൈനക്കോളജി ആശുപത്രികളിലൊന്നായ എറണാകുളം മെഡിക്കൽ സെന്റർ ആധുനിക സൗകര്യങ്ങളാലും നൂതന സാങ്കേതിക വിദ്യയാലും പൂർണ്ണസജ്ജമാണ്. കൃത്യമായ രോഗനിർണയവും ഫലപ്രദമായ ചികിത്സകളും ഉറപ്പാക്കിക്കൊണ്ട് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിഭാഗം പ്രാപ്തരാണെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നു. ശാരീരിക ക്ഷേമത്തിൽ മാത്രമല്ല, അമ്മയുടെയും കുഞ്ഞിന്റെയും പൂർണ്ണമായ മാനസിക സാമൂഹിക വൈകാരിക ക്ഷേമത്തിലും തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലിസമ്മ ജോസഫ് പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാ ഡെലിവറിയും എടുക്കുന്നത് കൺസൾട്ടൻറ്റ് വന്നായിരിക്കും. അസിസ്റ്റൻ്റ് അല്ല ഇവിടെ ഡെലിവറി എടുക്കുന്നത്. ഡെലിവറി സമയത്ത് നമ്മൾ നിയോറ്റോളജി പീഡിയാട്രീഷ്യൻ ആ പ്രസവ റൂമിൽ തന്നെ ഉണ്ടായിരിക്കും. കൊച്ചിനെ നേരെ അവരുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് ലേബർ റൂമിൽ ഹസ്ബൻഡിനെ കയറ്റും. അതുപോലെ ഹസ്ബൻഡ് തന്നെയാണ് പുക്കിൾക്കൊടി കട്ട് ചെയ്യുന്നത്. അതുപോലെ ഹസ്ബൻഡ് പറയും, കുഞ്ഞ് വരുമ്പോൾ ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയും, എടി ഞാൻ കണ്ടു നീ മുക്കടി പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആണ്. പേഷ്യൻ്റ് ഈസ് ഓൾസോ വെരി സാറ്റിസ്ഫൈഡ്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിലീഫാണ്. കാരണം അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവരെ പിടിച്ചുകൊണ്ട് ഫുള്ളായിട്ട് അവരിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രഷർ മുക്കെന്ന് പറയുന്നത് ആ സംഭവം അവരത് ചെയ്യുമ്പോൾ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന് ഇത് വിറ്റ്നസ് ചെയ്യുന്നതിൻ്റെ സന്തോഷം വേറൊന്നുമല്ല. അതുപോലെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഡെലിവറി എടുക്കാൻ പറ്റും. ആ ഡെലിവറി പിന്നെ പെയിൻലെസ് ലേബർ എന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊന്നും പെയിൻ സഹിക്കില്ല. അപ്പം നമുക്ക് അതിനുള്ള പെയിൻലെസ് ലേബറിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഹോസ്പിറ്റലുണ്ട്. നമ്മൾ പെയിൻ കൂടുവാണെങ്കിൽ എപ്പിഡ്യൂറൽ അനസ്തീസിയ എന്ന് പറയും. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ അനസ്തീസിസ്റ്റ്, ടീം ഓഫ് ദി അനസ്തീസിസ്റ്റ് ഓൾവേസ് ദെയർ. അപ്പോൾ അനസ്തീസിസ്റ്റ് ഉണ്ടാകും, എൻഡോനോക്സ് കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ലാത്തവർക്കാണ് സെഡേഷനുള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഡെലിവറിക്ക് മിക്കവാറും ഞങ്ങളെല്ലാവരും ട്രയൽ ലേബറിൽ നോർമൽ ഡെലിവറിയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഞങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ചിലപ്പം കുഞ്ഞ് ഇറങ്ങി വന്നില്ല, കുഞ്ഞ് വിലങ്ങനെ പോയി കാണും, അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഹെഡ് ഡീഫ്ലെക്സ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുക, ബുക്കിൽ കൂടി ചുറ്റി കിടക്കുന്ന ആ കേസുകളിലൊക്കെ എമർജൻസി സിസേറിയൻ വന്നാൽ വിത്തിൻ 10 മിനിറ്റ്സ് നമ്മൾ ബേബിയെ ചിലപ്പം 15 മിനിറ്റ്സ് ബേബിയെ എടുക്കേണ്ടി വരും. പക്ഷേ ഞങ്ങളുടെ EMCയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. 1991 മികച്ച റീജിയണൽ ആശുപത്രിക്കുള്ള ദേശീയ അവാർഡും 2001 മികച്ച അധ്യാപന ആശുപത്രിക്കുള്ള ദേശീയ അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ എറണാകുളം മെഡിക്കൽ സെന്ററിന് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഹോസ്പിറ്റൽ അസോസിയേഷന്റെ അവാർഡ് ഓഫ് എക്സലൻസും ഏഷ്യൻ ക്യാൻസർ ഫെഡറേഷന്റെ ബെസ്റ്റ് റീജിയണൽ ക്യാൻസർ സെന്റർ അവാർഡും സ്വന്തമാക്കി. കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ മികച്ച ആശുപത്രി അവാർഡും ലഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബുള്ളറ്റിൻ, കേരള വിഷൻ ന്യൂസ്.